നമ്മളെ ലോങ്ങാൻ പാകമായിട്ടുണ്ട്, അതൊന്ന് പറിക്കണം. നമ്മള് വാങ്ങിച്ചു വെച്ചിട്ട് വലിയ തൈയാണ് വാങ്ങിച്ചു വെച്ചത്. അന്ന് കായ ഉണ്ടായിരുന്നു, ഇപ്പോഴും കായ ഉണ്ടാകുമ്പോ നല്ല ടേസ്റ്റുള്ള നല്ല വലിപ്പമുണ്ട്. പിന്നെ സീഡും അത്യാവശ്യം വലിപ്പമുണ്ട്, ഭയങ്കര വലിപ്പം എന്ന് പറയാനില്ല. അപ്പൊ നമുക്കതൊന്ന് വിളവെടുക്കാം. ഈ ലോങ്ങനെ നമ്മള് സീഷോറിന്റെ ഒരു പാർക്കിൽ പോയിരുന്നു. അവിടെ വലിയ ലോങ്ങന്മാരത്തൊക്കെ നിറച്ചുണ്ടായി നിൽക്കണണ്ടപ്പോ അങ്ങനെ തോന്നി. അന്ന് വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ 3 പീടികന്ന് ഒരു നഴ്സറിന്ന് വാങ്ങിച്ചാണേ. ചെറിയ അത്ര വലിയ തയ്യായിരുന്നില്ല, പക്ഷെ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ നല്ല മോഹവില കൊടുത്ത് തന്നെയാണ് ഇത് വാങ്ങിച്ചത്. ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷമാണ് ഇത്രയും വലുതായത്. അന്ന് ഫ്രൂട്ട് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി പറിക്കാം. ഇത് കൂമ്പ് അടക്കം ഇങ്ങനെ വെട്ടിയെടുക്കണം, അപ്പോഴേ വേറെ കൊമ്പും ചില്ലയും വന്ന് അതുമേക്കെ ഉണ്ടാവുള്ളൂ. നല്ല വലിപ്പമുണ്ട് കേട്ടോ ഫ്രൂട്ടിന്. അതേപോലെ സീഡ് ചെറുതാണ്. അതൊക്കെ ഉണ്ട്. വൈറ്റ് ലോങ്ങനാണ്, 4 സീസൺ ഒക്കെ ഉണ്ട് ഞങ്ങളിൽ. കായ്ക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഒത്തിരി പൂത്തിരുന്നു, പിന്നെ എല്ലാം കായൊന്നും പിടിച്ചില്ല. എന്നാലും ഇനി ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് നമുക്കിപ്പോ ഉണ്ടായി കിട്ടണത്. ആദ്യം ഉണ്ടായപ്പോ ഇത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ചും കൂടി കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യം ഉണ്ടാവുന്നതനുസരിച്ച് കൂടി വരുമെന്ന് വിശ്വസിക്കുന്നു. നല്ല വെയിലുണ്ട് ഇവിടെ. പിന്നെ അപ്പൊ വെയിലുള്ളത് കൊണ്ടായിരിക്കും വേഗം പൂക്കണേന്ന് തോന്നുന്നു. പിന്നെ ആദ്യം ഉണ്ടായപ്പോ എനിക്ക് തോന്നുന്നു സീഡ് കുറച്ച് വലുതും ഫ്ലഷ് കുറവായിരുന്നു. ഇപ്പൊ ഈ പ്രാവശ്യം ഉണ്ടായപ്പോ സീഡ് നല്ല ചെറുതായിരുന്നു. പിന്നെ നല്ല മധുരമുണ്ട്. അതെല്ലാ പ്രാവശ്യവും നല്ല മധുരം ഉണ്ടായിരുന്നു. ഇവിടെ ഇത് മൂക്കാൻ നിൽക്കാൻ കുട്ടികൾ സമ്മതിക്കാറില്ല. അവർക്ക് അപ്പോഴേക്കും പറിക്കണം എന്നാണ്. ഇത് ശരിക്കും നല്ല വൈറ്റ് കളറിലേക്ക് ഇത് മാറും എന്നാണ് പറയുന്നത്. ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് നിർത്തിയില്ല. ഇനി വല്ല കിളികളും കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ തന്നെ ഇന്നിപ്പോ എല്ലാവരും ഉള്ള ദിവസമാണ്. അപ്പൊ അതങ്ങ് പറിച്ചു. പിന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ല മധുരമാണ്. ഇത് തൊലി പൊളിക്കുമ്പോ തന്നെ നല്ല തേൻ പോലെ നമ്മളെ കയ്യിലേക്ക് വെള്ളം വീഴും. ഇതെല്ലാവരും തീർച്ചയായും വാങ്ങി വെക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ്. നമ്മളിപ്പോ മുമ്പ് മാളിന്നൊക്കെ ഇത് വാങ്ങുമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും മധുരം ഫീൽ ചെയ്യാറില്ല. കാരണം ഇത് നമ്മ ലൈവായിട്ട് പറിച്ച് കഴിക്കല്ലേ, അതുകൊണ്ടായിരിക്കും ഇത്രയും മധുരം. പിന്നെ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. വീട്ടിലൊക്കെ വാങ്ങിച്ചു വെച്ച പിള്ളേർക്ക് വളരെ സന്തോഷത്തോടെ പറിച്ച് തിന്നാണ് ഒരു ഫ്രൂട്ട് തന്നെ ആയിരിക്കുള്ളൂ. കണ്ട അതിന്റെ സീഡ് വളരെ ചെറുതാണ്, ഒരു പയർമണിയുടെ അത്രയും ഉള്ളൂ. അത് ബാക്കി ഫുൾ ഫ്ലഷ് ആണ്. ഇനി നമ്മളുടെ ഇവിടെ 4 സീസണിലോ അങ്ങനെ ഉണ്ട്, അതിന്റെ ഒരു തൈയാണ് ഇത് കാണുന്നത്. ഇത് ഇത്ര ആയിട്ടുള്ളൂ. പിന്നെ ഒരു റൂബി ലോങ്ങനും കൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. റൂബി ലോങ്ങൻ ഒരുവിധം വലിപ്പം വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് കായ്ച്ചു കിട്ടിയിട്ടില്ല. അപ്പൊ അടുത്ത് തന്നെ കായ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം റൂബി ലോങ്ങനൊക്കെ പെട്ടെന്ന് കായ്ക്കാറുണ്ടല്ലോ. റൂബി ലോഗന്റെ ഇലയൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ല ഒരു ചെടിയായിട്ടൊക്കെ നമുക്ക് വെക്കാം. അതിന്റെ ഫ്രൂട്ടും ഈ കളറാണെന്ന് പറയുന്നത്, റെഡ് പോലത്തെ. നമുക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇത് ഒരു സീറ്റമ്പഴമാണ്. ഇതും എന്താണാവോ ഒരു കറുത്ത കളർ വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഞങ്ങൾ കഴിക്കാറുണ്ട്, നല്ല ടേസ്റ്റുള്ള. അച്ചാറിടാൻ സൂപ്പറാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂത്ത് കായ്ച്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ചു വെച്ച ലോങ്ങനാണ് ഇത്. പക്ഷെ ബഡ് അല്ലെന്ന് തോന്നുന്നുണ്ട്, അടിയിൽ നിന്ന് മുളച്ചാണെന്ന് തോന്നുന്നുണ്ട്. ഇതേവരെ കായ്ച്ചിട്ടില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളപ്പോ ലോങ് പഴുത്ത് കിട്ടി. പ്രത്യേകിച്ച് കിളികളൊന്നും കൊണ്ടുപോയില്ല, എല്ലാം നമുക്ക് കിട്ടി. കുറെ പൂത്താണ്. ഇനി അടുത്ത കൊല്ലാവുമ്പോഴേക്കും ഇതിലും കൂടുതൽ പൂക്കും എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉള്ളു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ കൂടുമ്പോഴല്ലേ നമുക്ക് പുതിയ വീഡിയോസ് ഇടാൻ തോന്നുക. അപ്പോൾ എല്ലാവരും ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.